1.5 കപ്പ് ഗോതമ്പ് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ പരുവത്തിന് വേണം ഇളക്കിയെടുക്കാൻ. 4 വെട്ട് ഏത്തപ്പഴം. ഇപ്പോൾ പഴത്തിൻ്റെ തൊലി ഓരോന്നോരോന്നായിട്ടും പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പഴത്തിൻ്റെ കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാമത്തെ പഴവും മൂന്നാമത്തെ പഴവും ഞാൻ എടുത്തിരിക്കുകയാണ്. ഇനി അടുത്തത് 4ാമത്തെ പഴവും കൂടി എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ 4 പഴത്തിൻ്റെ തൊലി പൊളിച്ചതിന് ശേഷം സ്ലൈസായിട്ട് കട്ട് ചെയ്യുന്നെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഹാഫായിട്ട് കട്ട് ചെയ്യുന്നെങ്കിൽ ഹാഫായിട്ടും കട്ട് ചെയ്തെടുക്കാം. ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഓരോരോ ഏത്തക്കയുടെ പീസ് എടുത്ത് നമുക്ക് മാവിനകത്ത് മുക്കി എണ്ണയ്ക്കകത്ത് പൊരിച്ചെടുക്കാം. അപ്പോൾ ഏത്തക്കയെല്ലാം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഗോതമ്പ് മാവ് കൊണ്ടുള്ള ഏത്തക്ക അപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.